ഹലോ ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, കുറേ കൂട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ ട്രിഗണോമെട്രിയിലെ ത്രികോണമിതിയിലെ A+ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വേണമെന്ന് പല കുട്ടികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഒരു കിഡിലൻ 3 A+ ക്വസ്റ്റ്യനുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ പല കുട്ടികൾക്കും അത് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവസാനത്തെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും പുസ്തകവും എടുത്ത് സെറ്റായിരിക്കുക. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്ത് എഴുതി പഠിച്ച് സെറ്റാവാൻ പോവാണ്. ഓക്കെ, മറ്റന്നാളാണ് പരീക്ഷ. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കാൻ തീരെ സമയമില്ല. അതുകൊണ്ട് നേരെ നമ്മൾ കണ്ടന്റിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. മിക്കവാറും ഈ വീഡിയോ ഒരു അരമണിക്കൂറോളം ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 3 വലിയ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായിട്ട് ശ്രദ്ധിക്കാം. റെഡിയല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദി ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away at an angle of depression 25 degree. What is the height of the building? നമുക്കൊരു കെട്ടിടത്തിന്റെ ഉയരമാണ് കാണേണ്ടത്. ചോദ്യം മലയാളത്തിലുണ്ട്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ 30 മീറ്റർ അകലെയുള്ള ഒരു കടയുടെ ചുവട് 25 ഡിഗ്രി കീഴ്കോണിൽ കാണുന്നു. കെട്ടിടത്തിന്റെ ഉയരം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ 30 മീറ്റർ മാറിയിട്ടുള്ള ഒരു കട, ഒരു ചെറിയ കട, ആ കടയുടെ ചുവട് അടിഭാഗം 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്കോണിലാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ആ കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്. നമ്മളിവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ നോക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഉയരം തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ നാം ആ ഉയരം പ്രത്യേകം പരിഗണിക്കേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു റഫ് ഫിഗർ വരയ്ക്കണം. അപ്പൊ നമ്മൾ ആ ഫിഗർ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. ആദ്യം ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതാ ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിൽ നിന്നും എത്ര മീറ്റർ മാറിയിട്ടാണ്? ഈ കെട്ടിടത്തിൽ നിന്നും എത്ര മീറ്റർ മാറിയിട്ടാണ്? 30 മീറ്റർ മാറി. 30 മീറ്റർ മാറി ഒരു കട, ഒരു ചെറിയ കട ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇതാണ് ആ ചെറിയ കട എന്ന് വിചാരിച്ചോ. ഈ ചെറിയ കട അല്ലേ? ഇതാണ് കട. ഇതാണ് കട കേട്ടോ. ഓക്കെ, ഇതാണ് എന്ത്? കട. അപ്പോ ഇനി ഇത് ഇയാൾ എങ്ങനെ നോക്കുന്നു എന്നാ പറഞ്ഞത്? ഈ കട 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ, 25 ഡിഗ്രി കീഴ്കോണിലാണ് നോക്കുന്നത്. മേൽക്കോണാവട്ടെ കീഴ്ക്കോണാവട്ടെ എങ്ങനെ നോക്കിയാലും ആദ്യം എവിടേക്ക് നോക്കണം? ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം. ആദ്യം ഇയാൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം. എന്നിട്ട് ഇയാൾ എവിടേക്ക് നോക്കാൻ പാടൂ? താഴത്തേക്ക് നോക്കാൻ പറ്റൂ. അപ്പൊ ഇയാൾ ഇതിന്റെ താഴത്തേക്ക് നോക്കി. ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടൊരു ചിത്രം. ഇത്രയും ചിത്രം നിങ്ങൾക്ക് വരക്കാൻ പറ്റണം. ഒന്നുകൂടി പറയാം. ഒരു കെട്ടിടം, ഈ കെട്ടിടത്തിൽ നിന്ന് 30 മീറ്റർ മാറി ഒരു കുഞ്ഞു കടയുണ്ട്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊരാൾ ഈ കടയുടെ താഴത്തേക്ക് 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി കീഴ്കോണിലാണ് നോക്കുന്നത്. എവിടേക്ക് നോക്കിയാലും അയാൾ ആദ്യം ഇങ്ങോട്ട് നോക്കണം, സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നോക്കണം. എന്നിട്ടേ താഴത്തേക്ക് നോക്കാൻ പറ്റൂ. റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ ഇത് എഴുതാൻ പോവാണ്. ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത് 30 മീറ്റർ അകലെയാണ്, ഡിസ്റ്റൻസ് 30 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള കോൺ 25 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്കോൺ 25 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെയുള്ള കോൺ 25 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന കോൺ എത്രയായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. ഇവിടെയുള്ള കോൺ 25 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അതും 25 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും കാരണം? ഇതും 25 ഡിഗ്രി ആവാൻ എന്താണ് കാരണം? ഈ കോൺ 25 ആണെങ്കിൽ ഈ കോണും 25 ആണ്. ഈ Z പോലെ കിടക്കുന്ന ഈ 2 കോണും ഈക്വൽ ആയിരിക്കും. അതിന് നമ്മൾ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മറുകോൺ അല്ലെ, അൾട്ടർനേറ്റ് ആംഗിൾ എന്നാണ് പറയാ. അപ്പൊ ഈ 2 കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഒന്ന് നോക്കിക്കേ, നമുക്ക് കാണേണ്ടത് എന്താ? ഇതിന്റെ ഹൈറ്റ് H ആണ് കാണേണ്ടത്. ഒന്ന് നോക്കിക്കേ, 25 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസെന്റ് സൈഡ് അറിയാം. 25 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണം,
അഡ്ജസെന്റ് സൈഡ് നമുക്കറിയാം, എതിർവശം കാണണം, സമീപവശം അറിയാം. അങ്ങനെയെങ്കിൽ എന്താണ്, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. വെരി ഗുഡ്, ടാൻ ആണ്. എത്ര എടുക്കുക? tan 25 degree is equal to tan 25 degree is equal to opposite side. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എത്രയാണ്? h ബൈ അഡ്ജസെന്റ് സൈഡ് സമീപവശം എത്രയാണ്? 30 ആണ്. ഇതുവരെ സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. h സമം 30 ഇൻറ്റു ടാൻ 25. ഒന്ന് പറഞ്ഞേ. 30 ഇൻറ്റു ടാൻ 25 ഡിഗ്രി. 30 ഇൻറ്റു ടാൻ 25 ഡിഗ്രി. h സമം 30 ഇൻറ്റു ടാൻ 25ന്റെ വാല്യൂ എത്രയാണ്? ടാൻ 25ന്റെ വാല്യൂ എത്രയാണ്? 0.46. 0.46. അപ്പൊ h സമം 30 ഇൻറ്റു 0.46 എത്രയാണ്? മക്കൾ ഗുണിച്ച് കണ്ടെത്തണം. നമ്മൾ അങ്ങനെ ഗുണിച്ചാൽ ഉത്തരം കിട്ടും 13.8 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇതാ ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് നമുക്ക് കിട്ടി. എത്രയാണ്? 13.8 മീറ്റർ. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ, വൈകിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കിക്കേ. ഇത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ? ഫ്രം ദി ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്, ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് 2 wires are stretched to either side and attached to the ground. എടാ, ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്നും 2 സൈഡിലേക്ക് ഓരോ കമ്പി വലിച്ച് നിലത്ത് ഉറപ്പിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. മേക്കിംഗ് ആംഗിൾ 55 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പൊ ഒരു ഭാഗത്ത് 55 ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്, മറുഭാഗത്ത് എത്ര ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്? 45 ഡിഗ്രി ഉണ്ടായിട്ടുണ്ട്. വിത്ത് ഗ്രൗണ്ടുമായിട്ടാണ്. Then the distance between the feet of the wires are 25. ആ 2 വയറിന്റെയും അടിഭാഗം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റിന്റെ ഉയരം എത്രയാണ്? മലയാള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് നിന്ന് 2 ഇരുമ്പ് കമ്പികൾ ഇരുവശത്തേക്കും വലിച്ച് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോൺ 55 ഡിഗ്രി 40 ഡിഗ്രിയാണ്. ഇവിടെ കൊടുത്തത് 45 ഡിഗ്രിയാണ്. ഇവിടെ വന്നപ്പോൾ അത് 40 ആയി. അതുകൊണ്ട് നമ്മളത് 45 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും 45 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്റർ. ആ 2 കമ്പിയുടെയും ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്റർ ആണ്. നമുക്ക് കാണേണ്ടത് തൂണിന്റെ ഉയരമാണ്. ആദ്യം എന്ത് വരക്കണം? നിങ്ങളൊന്ന് പറഞ്ഞേ. ആദ്യം എന്ത് വരക്കണം? സാങ്കല്പിക ചിത്രം വരയ്ക്കണം. ഞാനൊന്ന് വരക്കാം. എടാ, ഇതാണ് ആ തൂണെന്ന് വിചാരിച്ചു. ഇതാണ് ആ വൈദ്യുതി തൂണെന്ന് വിചാരിച്ചു. ഈ വൈദ്യുതി തൂൺ എവിടെയായിരിക്കും ഉറപ്പിച്ചിട്ടുണ്ടാവുക? ഈ വൈദ്യുതി തൂൺ എവിടെയാണ് ഉറപ്പിച്ചിട്ടുണ്ടാവുക? ഇതാ നിലത്താണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ വൈദ്യുതി തൂൺ എവിടെയാണ് ഉറപ്പിച്ചിട്ടുള്ളത്? നിലത്താണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ വൈദ്യുതി തൂൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്തൊരു വയർ ചെയ്തിട്ടുണ്ട്, വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞത്? ഒരു കോൺ 55 ഡിഗ്രിയാണ്, അടുത്ത കോൺ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. ഒരു കോൺ 55 ഡിഗ്രിയാണ്, അടുത്ത കോൺ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2 എൻഡ് പോയിന്റ്സ് തമ്മിലുള്ള അകലം, 2 അറ്റങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 2 അറ്റങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താ? ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ഇതാ ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. സെറ്റ് ആണല്ലോ. എടാ, ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ കൊടുത്തതാ. ഇനി ഒന്ന് നോക്കിക്കേ. ഇത് ടോട്ടൽ 25 മീറ്റർ ആണ്. ഈ ഭാഗം എത്രയാണ് നമുക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന ഭാഗത്തിന് എക്സ് അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. ഈ കാണുന്ന ഭാഗത്തിന് എന്താ കൊടുത്തത്? എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഭാഗം എത്രയായിരിക്കും? 25 മൈനസ് എക്സ് ആയിരിക്കും. അതെങ്ങനെ കിട്ടി? എടാ, ഇത് മൊത്തം 25. ഈ ഭാഗം എക്സ് പോയി, അപ്പൊ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 25ൽ നിന്നും എക്സ് കുറച്ചത്. ഇതുവരെ കറക്റ്റ് ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോവാം. നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? 2 ഇക്വേഷൻ. ആദ്യം ഇവിടെ 2 ത്രികോണങ്ങളുണ്ട്. മക്കളൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ത്രികോണം, അതേപോലെ രണ്ടാമത്തെ ത്രികോണം.
ഈ രണ്ട് ത്രികോണങ്ങളിൽ നിന്നും നമ്മൾ ഹൈറ്റ് വേറെ വേറെ കണ്ടിട്ട് അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ പോവുക. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നത് ഒന്നാമത്തെ ത്രികോണമാണ്. ആദ്യം എടുക്കുന്നത് ഏതാണ്? ഒന്നാമത്തെ ത്രികോണം. അവിടുന്ന് എച്ച് കാണാൻ പോവാം. എന്താ എച്ച്? ടാൻ 55. ശ്രദ്ധിച്ചോ, ടാൻ 55 ഡിഗ്രി സമം ടാൻ 55 ഡിഗ്രി സമം എതിർവശം ഓപ്പോസിറ്റ് സൈഡ്. എടാ 55ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എച്ച് ആണ്. അപ്പൊ എച്ച് ബൈ എക്സ്. അഡ്ജസെന്റ് സൈഡ് സമീപവശം എത്രയാണ്? എക്സ് ആണ്. ഇതിൽ നിന്നും എച്ച് സമം എച്ച് ആണ് കാണേണ്ടത് എക്സ് ഇൻറ്റു ടാൻ 55 കിട്ടി. എക്സ് ഇൻറ്റു ടാൻ 55 കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു എച്ച് സമം ടാൻ 55ന്റെ വാല്യൂ എത്രയാണ്? ടാൻ 55ന്റെ വാല്യൂ 1.42 ഇൻറ്റു എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എച്ച് സമം 1.42 ഇൻറ്റു എക്സ് കിട്ടി. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് എന്ത്? ഒന്നാമത്തെ ഇക്വേഷൻ. സെറ്റാണല്ലോ. നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ ത്രികോണത്തിൽ നിന്നും ടാൻ 55 കണ്ടു. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. എതിർവശം ബൈ സമീപവശം. എതിർവശം എച്ച് ആണ്, സമീപവശം എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എച്ച് സമം എക്സ് ഇൻറ്റു ടാൻ 55. ടാൻ 55ന്റെ വാല്യൂ 1.42 ആണ്. അപ്പൊ 1.42 എക്സ്. ഇനി അടുത്ത ത്രികോണം ഒന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ത്രികോണം നന്നായിട്ട് ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? 45 90 ആണ്. 45 90 ആണെങ്കിൽ എടാ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 25 മൈനസ് എക്സ് ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എന്തായിരിക്കും? 25 മൈനസ് എക്സ് തന്നെയായിരിക്കും. ഒന്നുകൂടി പറയാം. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ് കിട്ടിയത്? 25 മൈനസ് എക്സ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എന്ത് തന്നെയായിരിക്കും? 25 മൈനസ് എക്സ്. ഇത് ഏതാ റൂള്? 45 90 ആണെങ്കിൽ 1:1:√2. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ മറ്റേ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുതുകയാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുകയാണ്. എച്ച് സമം 25 മൈനസ് എക്സ് ആണ്. എച്ച് സമം 25 മൈനസ് എക്സ് ആണ്. ഇതെന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഈ ലെങ്ത് ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ ലെങ്ത് എത്രയാണെന്ന് കിട്ടി? 25 മൈനസ് എക്സ് ആണ്. അപ്പൊ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ ഹൈറ്റും എന്ത് തന്നെയായിരിക്കും? 25 മൈനസ് എക്സ് തന്നെയായിരിക്കും. ഇനി ഒന്ന് നോക്കിക്കേ. ഇവിടുന്ന് നോക്കിയാലും ഹൈറ്റ് ആണ്, ഇവിടുന്ന് നോക്കിയാലും എന്ത് തന്നെയാണ്? ഹൈറ്റ് തന്നെയാണ്. എവിടുന്ന് നോക്കിയാൽ എന്താണ്? ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? രണ്ട് ഹൈറ്റും സെയിം ആണെന്ന് എഴുതാം. എങ്ങനെ? എച്ച് സമം എച്ച് എന്ന് എഴുതാം. എടാ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും എന്താണെന്ന് എഴുതാം? ഈക്വൽ ആണെന്ന് എഴുതാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 1.42x സമം രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 25 മൈനസ് എക്സ് ആണ്. 25 മൈനസ് എക്സ് ആണ്. 1.42x ഇപ്പുറത്തുണ്ട്. അപ്പുറത്ത് കിടക്കുന്നത് ഒരു മൈനസ് എക്സ്. മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് എക്സ് ആയി മാറും. അപ്പൊ മൈനസ് എക്സിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു. പ്ലസ് എക്സ് സമം 25 കിട്ടി. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞേ. 1.42 എക്സിനോട് ഒരു എക്സ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 2.42 എക്സ് ചെയ്താൽ എന്ത് കിട്ടണം? 25 കിട്ടണം. റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ എക്സ് സമം എടാ ഇവിടെ ഗുണിക്കണം 2.42. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? ഹരിക്കണം 2.42 ആകും. അപ്പൊ 25/2.42. സെറ്റാണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് ശരിയാക്കണം. അപ്പൊ 25ന്റെ അപ്പുറത്ത് 2 0 കൊടുത്തു. ഇവിടെ 242 ആക്കി. അങ്ങനെയെങ്കിൽ എക്സ് സമം 2500/242 ചെയ്താൽ മതി. 2500/242 മക്കളൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ എത്ര കിട്ടും? 10.28 മീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ കിട്ടിയ സാധനമാണോ ഹൈറ്റ്? ഇപ്പൊ കിട്ടിയ സാധനമാണോ ഹൈറ്റ്? അല്ല. ഇപ്പൊ കിട്ടിയ സാധനം എന്താ? എക്സ് ആണ് കിട്ടിയത്. എടാ ഇപ്പൊ കിട്ടിയത് എന്താ? എക്സ് ആണ് കിട്ടിയത്. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എച്ച് സമം ഹൈറ്റ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എച്ച് സമം എന്താണ്? 25 മൈനസ് എക്സ് ആണ്. എച്ച് സമം 25 മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്?
10.28 ആണ്. അങ്ങനെയെങ്കിൽ H സമം 25 മൈനസ് 10.28 ചെയ്താൽ മക്കളൊന്ന് ചെയ്തു നോക്കുക. കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14.72 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, 14.72 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. എത്രയാണ് ഹൈറ്റ് കിട്ടിയത്? ഏതിന്റെ ഹൈറ്റ്? ഇതാ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് കിട്ടി. H സമയം എത്ര കിട്ടിയത്? 14.72 മീറ്റർ. സെറ്റാണല്ലോ. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഇതിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റി. ഒന്നാമത്തെ ത്രികോണത്തിൽ നിന്നും ഹൈറ്റ് കണ്ട് ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്നും ഹൈറ്റ് കാണാൻ ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ത്രികോണം 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 25 മൈനസ് എക്സ് ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എന്തായിരിക്കും? 25 മൈനസ് എക്സ് തന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനും ഈക്വൽ ആണ്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 10.28. അത് നമ്മൾ എച്ച് കാണാൻ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഏതാ എളുപ്പം? രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എളുപ്പം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഹൈറ്റ് കിട്ടി. ഏതിന്റെ ഹൈറ്റ്? വൈദ്യുതി തൂണിന്റെ, ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരം കിട്ടി. എത്രയാണ് കിട്ടിയത്? മക്കളൊന്ന് പറഞ്ഞേ, എത്രയാണ്? 14.72 മീറ്റർ. സെറ്റല്ലേ? സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു വളരെ നിർണായകമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എ ബോയ് 1.5 meter tall standing at an edge of a canal sees the top of a tree on the other edge at an angle of elevation 80 degree. Stepping 15 meters back, he saw it an angle of elevation 40 degree. How wide is the canal and how tall is the tree? എന്താ സംഭവം? വല്ലതും മനസ്സിലായോ? മലയാളത്തിലൊന്ന് നോക്കാം. ഒരു തോട്ടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി. ഒരു തോട്. ആ തോടിന്റെ അരികത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.5 മീറ്റർ. ഇനി ആ തോടിന്റെ അപ്പുറത്ത് വക്കത്ത് എഡ്ജിൽ തന്നെ അക്കരയോട് ചേർന്ന് ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ മുകളറ്റം നമ്മുടെ കുട്ടി 80 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ, 80 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എന്നിട്ട് ആ നിൽക്കുന്ന പയ്യൻ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 15 മീറ്റർ പുറകോട്ട് മാറി നോക്കി. അതേ മരത്തിന്റെ മുകളറ്റം തന്നെ നോക്കി. എത്ര ഡിഗ്രിയിൽ? 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ, 40 ഡിഗ്രി മേൽക്കോണിൽ നോക്കി. ഇനി കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ ആണ്. തോടിന്റെ വീതിയും മരത്തിന്റെ ഉയരം കാണുക. തോടിന്റെ വീതി കാണണം. ഈ കരയിൽ ആ കരയൊക്കെ തോടിന്റെ വീതി കാണണം. പിന്നെ എന്ത് കാണണം? മരത്തിന്റെ ഉയരവും കാണണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ആദ്യം എന്ത് വേണം? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ആദ്യം എന്ത് വേണം? സാങ്കല്പിക ചിത്രം വേണം. വരക്കാണ്, ശ്രദ്ധിച്ചോ. സാങ്കല്പിക ചിത്രം. ഒരു കുട്ടി ഇതാ ഇവിടെ നിൽക്കുന്നു. ഒരു കുട്ടി, ഇതാണ് ആ കുട്ടി എന്ന് വിചാരിച്ചു അല്ലെ? കുറച്ച് വലുതുമാണ് കുട്ടി. ഇതാണ് ആ കുട്ടി എന്ന് വിചാരിച്ചു. ഈ കുട്ടി അപ്പുറത്തൊരു തോടുണ്ട്. ഈ കുട്ടിയുടെ അപ്പുറത്ത് എന്തുണ്ട്? ഒരു തോടുണ്ട്. ഇത് തോടാണെന്ന് അറിയാൻ വേണ്ടി ആ നീല കളറിലാണ് മാർക്ക് ചെയ്തത്. അപ്പുറത്ത് എന്തുണ്ട്? ഒരു തോടുണ്ട്. ഈ തോട്ടിന്റെ അപ്പുറത്ത് ഒരു മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ തോടിന്റെ അപ്പുറത്ത് ആരാ നിൽക്കുന്നത്? ഒരു മരമാണ് നിൽക്കുന്നത്. തോടിന്റെ അപ്പുറത്ത് മരമാണ് നിൽക്കുന്നത്. ഈ മരം കുട്ടി എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണുന്നത്? എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? ഒന്ന് പറഞ്ഞേ. 80 ഡിഗ്രിയിലാണ്. അതിനാദ്യം ഇവൻ നേരെ നോക്കണം. ഇവൻ എങ്ങോട്ട് നോക്കണം? നേരെ നോക്കണം. എന്നിട്ട് ഇവൻ എവിടെ നോക്കണം? നേരെ മുകളിലേക്ക് നോക്കണം. അടുത്തത് ഇവൻ എവിടെ നോക്കി? നേരെ മുകളിലേക്ക് നോക്കി. സെറ്റാണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതണം. ഇതാണ് കുട്ടി. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ ആണ്. കുട്ടിയുടെ ഉയരം എത്രയാണ്? 1.5 മീറ്റർ. ഇവൻ മുകളിലേക്ക് നോക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ്. സെറ്റാണല്ലോ. സെറ്റ്. ഇനി ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ പുറകോട്ട് മാറി എന്നാ പറഞ്ഞത്? ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ പുറകോട്ട് മാറി? ഒന്ന് നോക്കിക്കേ. 15 മീറ്റർ ഇവൻ പുറകോട്ട് മാറിയത്. 15 മീറ്റർ പുറകോട്ട് മാറി. ഇയാളെ ഹൈറ്റിൽ ഒരു മാറ്റമില്ല. ഇയാളെ ഹൈറ്റിലൊന്നും എന്തില്ല? മാറ്റമില്ല. എന്നിട്ട് ഇവൻ എത്ര ഡിഗ്രിയിൽ നോക്കി? നിങ്ങളൊന്ന് പറഞ്ഞേ. എത്ര ഡിഗ്രിയിലാണ് നോക്കിയത്? ഇവൻ എത്ര ഡിഗ്രിയിലാണ് നോക്കിയത്? 40 ഡിഗ്രിയിലാണ്. അതിനു മുമ്പ് ഇവൻ ആദ്യം ഇങ്ങോട്ട് നോക്കണം. ഇവൻ ആദ്യം നേരെ നോക്കണം. എന്നിട്ട് വേണം ഇവൻ എത്ര ഡിഗ്രിയിൽ മുകളിലേക്ക് നോക്കാൻ? 40 ഡിഗ്രിയിൽ മുകളിലേക്ക് നോക്കാൻ. ഇവൻ എത്ര ഡിഗ്രി? 40 ഡിഗ്രിയിൽ മുകളിലേക്ക് നോക്കി. സെറ്റാണല്ലോ. ഇവൻ 40 ഡിഗ്രിയിൽ മുകളിലേക്ക് നോക്കി. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി. ഇവന്റെ ഹൈറ്റ് എത്ര തന്നെയാണ്? 1.5 മീറ്റർ തന്നെയാണ്. ഇവൻ മാറിയത് എത്ര മീറ്റർ ആണ്? 15 മീറ്റർ. ഇവൻ മാറിയത് എത്ര മീറ്റർ ആണ്? 15 മീറ്റർ. സെറ്റ് അല്ലേ? ഇതിന് പേര് കൊടുക്കണം. ഇതിന് എ കൊടുത്തു.
ഇതിന് ബി കൊടുത്തു, ഇതിന് സി കൊടുത്തു, ഇതിന് ഡി കൊടുത്തു, ഇതിന് ഇ കൊടുത്തു, ഇതിന് എഫ് കൊടുത്തു, ഇനി ഇതിന് എന്ത് കൊടുക്കണം? ജി. അല്ലേ? റെഡി. എല്ലാറ്റിനും പേര് കൊടുത്തു. ഇനി ഒന്ന് നോക്കിക്കേ, ഒരു കാര്യം നമുക്ക് കാണണം. എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടത്? നമുക്കിതാ ഈ മരത്തിന്റെ ഉയരം കാണണം, എ സിയുടെ നീളം കാണണം. അടുത്തത് ഈ നീല കളറിൽ കാണുന്നതാണ് തോട്, കനാൽ. ഈ കനാലിന്റെ വീതിയും കാണണം. അപ്പൊ നമുക്ക് തോട്, കനാലിന്റെ വീതി കാണണം. അതുപോലെ നമുക്ക് എന്ത് കാണണം? ഈ കാണുന്ന മരത്തിന്റെ ഉയരവും കാണണം. അല്ലെ? അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന തോടിന്റെ വീതി കാണണം, ഈ കാണുന്ന മരത്തിന്റെ ഉയരവും കാണണം. സെറ്റ് അല്ലേ? എടാ അതിനിവിടെ 2 വാല്യൂ ഉണ്ട്, ഒരു 80 തന്ന്, ഒരു 40 തന്ന്. അല്ലേ? സെറ്റ് അല്ലേ? എടാ നമുക്ക് അറിയാത്തൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ അറിയാത്ത സാധനം? തോടിന്റെ നീളം. തോടിന്റെ നീളത്തിന് ഞാൻ എക്സ് അങ്ങ് കൊടുത്തു. അറിയാത്തതിന് നമ്മൾ ഇപ്പോഴും എന്താ കൊടുക്കാം? എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന നീളം എന്തായിരിക്കും? എക്സ്. ഇത് 15 ആണെങ്കിൽ ഈ കാണുന്ന നീളവും എത്ര തന്നെയായിരിക്കും? എടാ ഈ കാണുന്ന നീളവും എത്ര തന്നെയായിരിക്കും? 15 മീറ്റർ തന്നെയായിരിക്കും. സെറ്റ് ആണല്ലോ? സെറ്റ്. ഇവിടുന്ന് നേരത്തെ ചെയ്തതുപോലെ നമുക്ക് 1-2 ഇക്വേഷൻസ് ഉണ്ടാക്കണം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ത്രികോണമാണ്. ഈ കാണുന്ന ത്രികോണത്തിൽ 80 ഡിഗ്രി നമുക്കറിയാം. 80 ഡിഗ്രിയുടെ എതിർവശം കാണണം, സമീപവശം നമുക്കറിയാം. 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണം, സമീപവശം നമുക്കറിയാം. ഏതെടുക്കും? ടാൻ ആണ് എടുക്കുക. ഒന്ന് പറഞ്ഞേ, ടാൻ 80 ഡിഗ്രി സമം എതിർവശം എ ബി ആണ് ബൈ സമീപവശം എത്രയാണ്? എക്സ് ആണ്. എതിർവശം ബൈ സമീപവശം. അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കേ, എ ബി സമം എക്സ് ഇൻറ്റു ടാൻ 80 ഡിഗ്രി. അപ്പൊ നമ്മൾ എഴുതുകയാണ് എ ബി സമം. എടാ ടാൻ 80ന്റെ വാല്യൂ എത്രയാണ്? മക്കളൊന്ന് പറഞ്ഞേ, ടാൻ 80ന്റെ വാല്യൂ എത്രയാണ്? 5.67 ആണ്. ഇപ്പുറത്ത് എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ എ ബി നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ, എ ബി കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയത് എന്താ? എ ബി സമം 5.67 എക്സ്. ഇത് ഏത് ത്രികോണം വെച്ചിട്ടാ ചെയ്തത്? എ ജി ബി എന്ന് പറയുന്ന ത്രികോണം. ഇനി അടുത്തൊരു ത്രികോണം നമ്മുടെ കയ്യിലുണ്ട്, എ എഫ് ബി എന്ന് പറഞ്ഞിട്ട് നോക്കിക്കേ, എ എഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ത്രികോണം, അതിൽ നിന്നും നമ്മൾ ടാൻ 40 കാണാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ടാൻ 40 സമം എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ഏത് തന്നെയാണ്? എ ബി തന്നെയാണ് ബൈ സമീപവശം. എടാ സമീപവശം എത്രയായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ 15 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ എക്സ് ആണ്. ഇത് 15, ഇത് എക്സ്. അപ്പൊ ഇത് ടോട്ടൽ എത്രയായിരിക്കും? 15 പ്ലസ് എക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 15 പ്ലസ് എക്സ്. സെറ്റ് ആണല്ലോ? ഇവിടുന്ന് എ ബി സമം ടാൻ 40. ശ്രദ്ധിക്കണേ, ടാൻ 40 ഇൻറ്റു 15 പ്ലസ് എക്സ് ആണ് എഴുതിയത്. ഇവിടുന്ന് എ ബി സമം ടാൻ 40ന്റെ വാല്യൂ എത്രയാണ്? ടാൻ 40ന്റെ വാല്യൂ 0.83 ഇൻറ്റു 15 പ്ലസ് എക്സ് ആണ്. ഇതിൽ നിന്നും എ ബി സമം എന്താ ചെയ്യാം? 0.83 ഇൻറ്റു 15 ചെയ്യണം, 0.83 ഇൻറ്റു എക്സ് ചെയ്യണം. എടാ 0.83 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? ഒന്ന് പറഞ്ഞേ. എ ബി സമം 12.45. എടാ ഈ ഗുണിക്കലൊക്കെ നിങ്ങൾ കറക്റ്റ് ഗുണിച്ചെഴുതണം. പ്ലസ് 0.83 ഇൻറ്റു എക്സ്, 0.83 എക്സ്. അപ്പൊ ദാ കിടക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. എടാ എന്താ കിട്ടിയത്? രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇതാ നോക്കിക്കോ, രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. സെറ്റാണോ? രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ ഇതാ, ഈ ത്രികോണത്തിൽ നിന്ന് നമ്മൾ എ ബി കണ്ടു. എത്രയാണ്? എ ബി സമം 5.67 എക്സ്. രണ്ടാമത് ഇതാ ഈ കിടക്കുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ നിന്നും നമ്മൾ എന്ത് കണ്ടു? എ ബി കണ്ടു. എത്ര കിട്ടി? എ ബി സമം 12.45 പ്ലസ് 0.83 എക്സ്. എടാ ഒന്നാമത്തെ ഇക്വേഷൻ ആണെങ്കിലും രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിലും കിട്ടിയ സാധനം എന്ത് തന്നെയാണ്? എ ബി തന്നെയാണ്. അപ്പൊ അടുത്ത പേജിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി സമം എ ബി. എന്തെഴുതാം? എ ബി സമം എ ബി. 2 എ ബിയുടെ വാല്യൂ എന്ത് തന്നെയാണ്? 2 എ ബിയുടെ വാല്യൂ എന്ത് തന്നെയാണ്? ഈക്വല. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. എടാ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ 5.67 എക്സ് ആണ്. രണ്ടാമത്തെ ഇക്വേഷനോ 12.45 പ്ലസ് 0.83 എക്സ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാണ്? 12.45 പ്ലസ്
0.83 സമം എടാ രണ്ടാമത്തെ എ ബി എത്രയാണ് 5.67x. സെറ്റ് അല്ലേ? ഇവിടെ ഒരു പ്ലസ് 0.83x ഉണ്ട്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആകും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ 12.45 മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ 5.67x മൈനസ് 0.83x കിട്ടും. അപ്പൊ 12.45 സമം ഒന്ന് പറഞ്ഞേ 5.67xൽ നിന്ന് 5.67xൽ നിന്ന് 0.83x കുറയ്ക്കാം. ഒന്ന് കുറച്ച് നോക്കിക്കേ, കുറച്ച് നോക്കിയാൽ എത്ര കിട്ടും? 4.84x കിട്ടും. 4.84x കിട്ടും. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തതൊന്ന് പറഞ്ഞേ, ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. എക്സ് സമം 12.45 ബൈ 4.84 കിട്ടും. ഇതിനെ നമുക്ക് എന്താക്കാം? പോയിന്റ് ഒഴിവാക്കാം. 1245 ബൈ 484 പോയിന്റ് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് സമം എത്ര കിട്ടണം? 2.57 കിട്ടും. എടാ എക്സ് സമം എത്ര കിട്ടും? ഒന്ന് പറഞ്ഞേ, എക്സ് സമം എത്ര കിട്ടും? 2.57. നമുക്ക് കിട്ടിയത് എന്താ? നമുക്ക് കാണേണ്ടത് എന്താ? എന്താ നമുക്ക് കാണേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ, നമുക്ക് കാണേണ്ടത് എന്താ? എടാ നമുക്ക് കാണേണ്ടത് എന്താ? ഒന്ന് നോക്കിക്കേ, ഇതാ നമുക്ക് കാണേണ്ടത് ഈ കാണുന്ന സാധനത്തിന്റെ ഹൈറ്റ് കിട്ടണം. അതായത് ഈ കാണുന്ന മരത്തിന്റെ ഉയരം കിട്ടണം. അതേപോലെ ഈ കാണുന്ന തോടിന്റെ നീളം കിട്ടണം. എടാ തോടിന്റെ നീളം എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സ് നമുക്ക് കിട്ടി. തോടിന്റെ നീളം, അപ്പൊ ഇവിടെ എഴുതാം തോടിന്റെ നീളം. അതിന്റെ ഇംഗ്ലീഷ് എന്താ പറഞ്ഞേ? തോടിന്റെ നീളം എക്സ് സമം ലെങ്ത് ഓഫ് ദി കനാൽ എത്ര കിട്ടി? 2.57 മീറ്റർ കിട്ടി. അതിന് തർക്കല്ല, അതിന് എന്തില്ല, യാതൊരു തരം തർക്കമല്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്തത് ഇനി കാണേണ്ടത് എന്താ? മക്കളൊന്ന് പറഞ്ഞേ, അടുത്തത് ഇനി കാണേണ്ടത് എന്താ? എടാ എന്താ ഇനി കാണേണ്ടത്? വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ? ആ മരത്തിന്റെ ഉയരം എത്രയാണെന്ന് കാണണം. നിങ്ങളൊന്ന് നോക്കിക്കേ. എ ബി കിട്ടണം. എക്സ് കിട്ടിയാൽ പോരാ, എ ബി കിട്ടണം. അതിന്റെ കൂടെ ഈ കാണുന്ന സാധനം ബി സി കൂട്ടണം. ബി സി എത്രയായിരിക്കും? എടാ ഈ ആളെ നീളം 1.5 ആണെങ്കിൽ ഈ നീളവും എത്രയായിരിക്കും? 1.5 മീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് എ ബി കാണുന്നതിന്റെ കൂടെ 1.5 കൂടി കിട്ടണം. മരത്തിന്റെ നീളം കാണാൻ എ ബി കാണുന്നതിന്റെ കൂടെ എത്ര കൂട്ടണം? 1.5 കൂടി കൂട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാണ് ഹൈറ്റ് ഓഫ് ദി ട്രീ. ഹൈറ്റ് ഏതിന്റെ ഹൈറ്റ്? ട്രീയുടെ ഹൈറ്റ്. എടാ ട്രീന്റെ ഹൈറ്റ് എത്രയാണ്? എ ബിയോട് കൂടി എത്ര കൂട്ടണം? എ ബിയോട് കൂടി 1.5 കിട്ടണം. അപ്പൊ ഹൈറ്റ് സമം എ ബി കാണാൻ ഇക്വേഷൻ ഏതാ? എ ബി കാണാന് നമ്മൾ ഏതാ? ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. അതിന്റെ കൂടെ എന്ത് കൂട്ടണം? 1.5 കൂട്ടണം. അപ്പൊ എ ബി കാണാനുള്ള ഇക്വേഷൻ എന്താ? 5.67x. ഇതിന്റെ കൂടെ നമുക്ക് എന്ത് കൂട്ടണം? ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? ആ കുട്ടിയുടെ നീളമായ 1.5 കൂട്ടണം. അപ്പൊ ഹൈറ്റ് സമം 5.67 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? പറഞ്ഞ എക്സിന്റെ വാല്യൂ എത്രയാണ്? 2.57. ഇൻറ്റു ആണോ? അല്ല, ഇൻറ്റു ആണോ? എത്രയാണ് ചെയ്യേണ്ടത്? പ്ലസ് 1.5 ചെയ്യണം. അപ്പൊ ഹൈറ്റ് സമം എടാ 5.67 ഇൻറ്റു 2.57 ചെയ്താൽ അതിന്റെ കൂടെ 1.5 കൂടി ചെയ്താൽ നമുക്ക് അവസാനം ആൻസർ എത്ര കിട്ടും? 16.07 മീറ്റർ കിട്ടും. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. എന്തിന്റെ ഹൈറ്റ്? ഇതാ ഈ കാണുന്ന മൊത്തം ഹൈറ്റ്. എടാ എ ബിന്റെ അപ്പം ശ്രദ്ധിച്ചോ, എ ബിന്റെ അപ്പം എത്ര കൂട്ടണം? 1.5 കൂട്ടണം. എവിടുന്ന ഈ 1.5 വന്ന്? ഈ ചങ്ങായിയുടെ നീളം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5. ഇതാ ഇയാളുടെ ഹൈറ്റ് ഇവിടെ കൂട്ടണം. അപ്പൊ എ ബി എത്രയാണ്? എ ബി എന്ന് പറഞ്ഞാൽ 5.67x ആണ്. അതിന്റെ കൂടെ 1.5 കൂട്ടണം. 5.67 ഇൻറ്റു എക്സിന്റെ വാല്യൂ ഇതാ ഇവിടെ കിട്ടി. അത് കൊടുത്ത് ഗുണിച്ചിട്ട് അതിന്റെ കൂടെ 1.5 ഒക്കെ കൂടി ചെയ്ത് കഴിയുമ്പോൾ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടും? 16.07 കിട്ടും. സെറ്റാണല്ലോ. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ബേസിക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് A+ ലെവലിലെ ക്വസ്റ്റ്യൻ വേണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മളൊരു 3 ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും അത് പോരാ സാറേ, ഇനിയും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെന്ന് പല കുട്ടികളും കമന്റ് ചെയ്തപ്പോഴാണ്, അഭിപ്രായ മെസ്സേജ് അയച്ചു പറഞ്ഞപ്പോഴാണ് രണ്ടാമതും
നമ്മൾ ട്രിഗണോമെട്രിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ട്രിഗണോമെട്രി, ടാൻജന്റ്, തൊടുവരകളും ത്രികോണമിതിയും വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളാണ്. ഒരു കാരണവശാലും എൻ്റെ മക്കൾ അത് പഠിക്കാതെ പോകരുത്. അപ്പോൾ വളരെ കൃത്യമായി പഠിക്കുക. ഇനി ഇന്നും നാളെയും കൂടിയേ നമ്മുടെ മുമ്പിലുള്ളൂ. മറ്റന്നാൾ പരീക്ഷയാണ്. നന്നായിട്ട് പഠിച്ച് സെറ്റായിട്ട് എഴുതുക. റെഡിയാണല്ലോ? സെറ്റല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.